ചേർത്തല നഗരസഭയിലെ ഹരിത പ്രഖ്യാപനങ്ങൾ നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല നഗരസഭയിലെ മാലിന്യമുക്ത നവകേരളം കർമ്മപദ്ധതിയുമായി ബന്ധപ്പെട്ട ഹരിത പ്രഖ്യാപനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ നിർവഹിച്ചു. ഹരിത സ്കൂളുകൾ, ഹരിത കലാലയങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത പാർക്കുകൾ, ഹരിത വീഥികൾ എന്നിവയുടെ പൂർത്തീകരണ പ്രഖ്യാപനങ്ങളാണ് നടന്നത്. ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ TS അജയകുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മാധുരി സാബു സ്വാഗതം പറഞ്ഞു. മുനിസിപ്പൽ സെക്രട്ടറി TK സുജിത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്വച്ഛ് സർവേഷൻ 2024മായി ബന്ധപ്പെട്ട് സ്കൂൾ തലത്തിൽ നടത്തിയ വേസ്റ്റ് ടു ആർട്ട് മത്സരത്തിലെ വിജയികളായ ഗവൺമെന്റ് UPS നെടുമ്പ്രക്കാട്, ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ എന്നീ സ്കൂളുകൾക്ക് സമ്മാനദാനവും പങ്കെടുത്ത മറ്റു സ്കൂളുകൾക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. ശുചിത്വ കേരള പ്രഖ്യാപനം നടത്താനാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുന്നോടിയായിട്ട് നമ്മൾ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നമ്മുടെ നഗരസഭകളിൽ ചെയ്തു കഴിഞ്ഞു. ഇവിടെ അത് വൈസ് ചെയർമാൻ കുറച്ച് കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഗവൺമെന്റ് ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള ചേർത്തലയെ ശുചിത്വ ചേർത്തലയാക്കുന്നതിന് വേണ്ടിയിട്ട് 2022 മുതൽ നമ്മൾ ഓരോരുത്തരും പ്രയത്നത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നിങ്ങളുമൊക്കെ അതിലൊക്കെ പങ്കാളികളായിരുന്നു. നമ്മുടെ സ്കൂളിലുള്ള ടീച്ചേഴ്സ് അടക്കം, അതുപോലെ തന്നെ ഓഫീസുകളിലുള്ള അടക്കം എല്ലാവരും നമ്മളതിനകത്ത് പങ്കാളികളായിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അറിയിപ്പ് കിട്ടുന്നത്, മാലിന്യമുക്ത ആയിട്ടുള്ള ഒരു കേരളത്തിനെ നമുക്ക് സൃഷ്ടിക്കുക, മാലിന്യമില്ലാത്തതായിട്ടുള്ള ഒരു നഗരസഭയെ രൂപപ്പെടുത്തുക എന്നൊക്കെ ഉള്ളതായിട്ടുള്ള തീരുമാനങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനിടയിൽ നമ്മൾ കോവിഡ് എല്ലാം കഴിഞ്ഞു. കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾക്ക് നഗരസഭകളിലൊക്കെ ഒരുപാട് മാലിന്യങ്ങൾ ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ അത് ഒത്തൊരുമിച്ച് കൊണ്ട് തന്നെ ഇവിടെ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ തൻ്റെ അടുത്തോടു കൂടി നിന്ന് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ കൗൺസിലേഴ്സും ഭരണാധികാരികൾ അടക്കം തൻ്റെ അടുത്തുകൂടി നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ മാലിന്യത്തെ ഇല്ലാണ്ടാക്കുവാനായിട്ട് ശ്രമിച്ചത്. അതൊരു പരിധി വരെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാനുമായിട്ട് സാധിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇടയിൽ ചേലത്തെ ചേർത്തല എന്നുള്ളതായിട്ടുള്ള ഒരു ആശയം ഉദിക്കുകയും ആ ആശയത്തിൻ്റെ ഇതിൽ നമ്മുടെ സെക്രട്ടറി ആ സമയത്ത് വരികയും ആ ആശയത്തിൻ്റെ ഇതിലാണ് നമ്മൾ ഓരോ വാർഡും നമ്മൾക്ക് മാലിന്യമില്ലാത്ത വാർഡുകളാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ നഗരസഭയെ മാലിന്യമില്ലാത്ത നഗരസഭയാക്കി മാറ്റുകണം എന്നുള്ളതായിട്ടുള്ള ഒരു തീരുമാനം ആ കൗൺസിൽ അടക്കം നമ്മൾ എടുക്കുകയാണ്.